നോമ്പ് പഠിപ്പിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ പാഠം സഹോദര പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തൗഹീദോടുകൂടി ഇതിൽ പ്രവേശിക്കുക. അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിനോട് മാത്രം തേടുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കുന്നവരായിക്കൊണ്ട്, റബ്ബിൽ മാത്രം വിശ്വസിക്കുന്നവരായിക്കൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കും. ഇല്ല എങ്കിൽ നിന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല, നിന്റെ റമദാൻ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. തൗഹീദാണ് നോമ്പ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളുടെ 6 അടിത്തറകൾ, ഈ 6 അടിത്തറകളും നോമ്പിന്റെ ഹദീസുകളിൽ സൂചന നൽകപ്പെട്ട കാര്യമാണ്. 6 അടിത്തറകൾ. ഏതൊക്കെ ഈമാൻ കാര്യങ്ങൾ? 6 കാര്യങ്ങൾ. അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്. 2 അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളുടെ വിശ്വാസം. 3 അൽ ഈമാനു ബിൽ കുതുബ്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. 4 അൽ ഈമാനു ബിർ റുസുൽ, അള്ളാഹുവിന്റെ റസൂലുകളിലുള്ള വിശ്വാസം. 5 അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. 6 അൽ ഈമാനു ബി ഖദാഇല്ലാഹി വ ഖദരിഹി, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം. ഈ 6 കാര്യങ്ങളിലേക്കുമുള്ള സൂചന നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകളിലും ആയത്തുകളിലും കാണാം. അള്ളാഹുവിലുള്ള വിശ്വാസം നോക്കൂ, നിങ്ങൾ ധാരാളം കേൾക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസം ഈമാനുള്ളവനായിക്കൊണ്ട് നോമ്പെടുത്താൽ, അടില്ലേ, എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ? ഈമാനുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം, ഒരു കാഫിർ, ഒരു മുശ്രിക്, അവൻ നോമ്പെടുത്ത അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഒരു മുശ്രിക്കായ ഒരു മനുഷ്യൻ, കാഫിറായ മനുഷ്യൻ നോമ്പ് എന്നല്ല, ഒരു ജീവിതകാലം മുഴുവൻ പട്ടിണി കിടന്നാൽ അള്ളാഹു സ്വീകരിക്കില്ല. മൻ സാമ ഈമാനൻ, ഒന്നാമത്തെ കാര്യം ഈമാൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം ഈമാനം ബില്ലാഹ്. ചില ആളുകൾ പറഞ്ഞു അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹു ഇത് എനിക്ക് മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. അതാണ് ഈ മൻ സാമ ഈമാനൻ. അള്ളാഹു നോമ്പ് എനിക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, ഇത് എന്റെ മേലുള്ള ബാധ്യതയാണ് എന്ന വിശ്വാസത്തോടു കൂടി അവൻ നോമ്പെടുത്താൻ, വഹ്തിസാബൻ, അവൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താൻ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്.